തങ്ങൾ വലിയ പ്രകൃതി ദുരന്തമാണ് അഭിമുഖീകരിക്കുന്നതെങ്കിൽ പോലും സ്വന്തം ആത്മാഭിമാനം പണയം വെക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ശ്രീലങ്ക. അവർ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ സഹായവുമായി ഇന്ത്യയാണ് ആദ്യം ഓടിയെത്തിയത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ നൽകിയ സഹായം തങ്ങൾക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടാണ് ശ്രീലങ്കൻ സർക്കാർ എടുത്തിരിക്കുന്നത്. ശ്രീലങ്കയെ തകർത്ത ഡിക്റ്റാവ ചുഴലിക്കാറ്റ് കാരണം രാജ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ മാനുഷിക സഹായം എന്ന പേരിൽ പാകിസ്ഥാൻ അയച്ച ദുരിതാശ്വാസ സാധനങ്ങളാകട്ടെ അത് പഴകിയതാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ആകട്ടെ ആദ്യം തന്നെ ശ്രീലങ്കയിലേക്ക് മെഡിക്കൽ സഹായം ഉൾപ്പെടെയുള്ളവ എത്തിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 21 ടൺ സാധനങ്ങളാണ് ശ്രീലങ്കയിലേക്ക് എത്തിച്ചു നൽകിയത്. മാത്രമല്ല വേണ്ട രക്ഷാപ്രവർത്തനങ്ങളടക്കം ശ്രീലങ്കയിലേക്ക് വ്യോമസേനയെ അയച്ചുകൊണ്ട് തന്നെ ഇന്ത്യ നൽകുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ അവിടേക്ക് തനി സ്വരൂപമാണിപ്പോൾ കാണിച്ചിരിക്കുന്നത്. കൊളംബോയിലെ പാകിസ്ഥാൻ എംബസി തന്ന ഈ സാധനങ്ങളുടെ ചിത്രമടക്കം ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തതോടെയായിരുന്നു സംഭവം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത്. ശ്രീലങ്കയിൽ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാം തന്നെ സഹായിക്കാൻ പാകിസ്ഥാനിൽ നിന്നും ദുരിതാശ്വാസ സഹായം എത്തിച്ചു നൽകുകയാണ് ഉണ്ടായത്. ഇത് നമ്മളെല്ലാവരും തന്നെ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്നതായിരുന്നു എംബസിയുടെ പോസ്റ്റ്. എന്നാൽ എംബസി തന്നെ പങ്കുവച്ച ചിത്രത്തിലാകട്ടെ ഉൽപ്പന്നങ്ങളുടെ കാലഹരണ തീയതി വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2022 പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2024 വരെയാണ് എന്നതാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അയച്ച സാധനങ്ങൾക്ക് 1 വർഷത്തിലധികം കാലാവധിയാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഈ ഒരു ചിത്രത്തിൽ നിന്നും വെളിവാകുന്നതും. അതേസമയം പാകിസ്ഥാൻ എന്നും എല്ലായ്പ്പോഴും തന്നെ ശ്രീലങ്കയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് എംബസിയുടെ പോസ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ തന്നെ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളുമായാണ് പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്കൊപ്പം നിന്നതെന്നാണ് ഉയർന്നു വരുന്ന വിമർശനങ്ങളിലൂടെ തന്നെ വെളിവാകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ വൻ വീഴ്ചയാണിതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലായി പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്നത് എല്ലാവരും കരുതിയേക്കാം. എന്നാൽ നിലവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലായതിനാൽ തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് പാകിസ്ഥാൻ പൗരന്മാർക്ക് രക്ഷകരായത് ഇന്ത്യൻ വ്യോമസേന തന്നെയാണ്. ഭാരതത്തെ മനുഷ്യത്വം പഠിപ്പിക്കാൻ പാകിസ്ഥാൻ ഇനി ഒരിക്കലും വരരുത് എന്നൊരു സൂചന കൂടിയാണ് ഇതിലൂടെ നൽകിയത്. മനുഷ്യത്വത്തിന്റെ പേരിൽ ശത്രു രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ അവിടെ മാനുഷിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ പ്രസംഗിക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ ലോകത്തിന് മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി നാണം കെടുകയാണ് ഉണ്ടാവുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇന്ത്യക്കെതിരെ വിഷം വിമർശിച്ചിരുന്നു. അതേപോലെ തന്നെ നവംബർ 11 പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകട്ടെ ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ശ്രീലങ്കൻ സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതായി തന്നെയുള്ള വാർത്തകൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.